ഓക്കെ, നമുക്ക് ഇന്നിവിടെ കിടിലം അടിപൊളി പുട്ടും അതിനെ തന്നെ കടലക്കറിയൊക്കെയാണ്. അപ്പോൾ പുട്ടൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്, റെഡി ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്, ആവി വന്നാൽ മതി. പിന്നെ നമുക്ക് വളരെ കിടിലം അടിപൊളി കടലക്കറി കൂടിയുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കടലക്കറിയാണ്, നല്ല കിടിലം അടിപൊളി കടലക്കറി. അപ്പോൾ നമ്മൾ ഒരു കുറ്റി പുട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഈ പപ്പടമുണ്ട്, പപ്പടം കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ കടല ഒന്ന് മിക്സിയിൽ ചതച്ചൊന്നെടുക്കാറുണ്ട്. കടല എടുത്തിട്ട് മിക്സിയിൽ ഓൺ ചെയ്ത് നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കണം. കടല കടല നമ്മൾ മിക്സിക്കകത്തിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്. കടലക്കറിയുടെ കൊഴുപ്പ് ഒന്ന് കൂടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അടിപൊളി ഒരു കടലക്കറി നമുക്ക് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കത് അതിൻ്റെ അകത്ത് നമ്മളിത് ഇട്ടുകൊണ്ടിട്ടുണ്ട്. അരച്ച കടല ഇട്ടുകൊണ്ടിട്ടുണ്ട്, കടലക്കറിയുണ്ട്. അങ്ങനെ തന്നെ പുട്ടും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ കടലക്കറിയുടെ പരിപാടി കഴിഞ്ഞു. അതിനൊക്കെ ഇനി ഒരു കുറ്റി പുട്ടും കൂടെ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവിതൊക്കെ വരും. അപ്പോൾ കടലക്കറി റെഡിയായി കഴിഞ്ഞു. ഇനി പുട്ട് ഒരു കുറ്റി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ പപ്പടം കൂടെ നമുക്ക് പൊരിക്കാനുണ്ട്. പുട്ടിൻ്റെ മാവിനുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മളതിൻ്റെ വിശേഷങ്ങൾ.